അപ്പോൾ ഗായ്സ് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്നുള്ള മൈൻഡിൽ വന്നത്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനിരിക്കുകയാണെങ്കിൽ നല്ല പപ്പടവും ബീട്രൂട്ട് തോരനും അതുപോലെ പിന്നുള്ളത് നല്ല മീൻ വറുത്തതാണ്. പിന്നെ നമുക്ക് നല്ല സാമ്പാറുണ്ട്, അതുപോലെ തന്നെ നല്ല അച്ചാറും ഉണ്ട്. അച്ചാർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ടായതാണ്. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് നല്ല കൂട്ടി കുഴച്ച് കഴിച്ച് നല്ല ആസ്വദിച്ച് കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. അപ്പോൾ അത് കഴിച്ച് വൈകുന്നേരമായപ്പോൾ കാക്ക ഇത് കൊടുന്ന് മക്രൂണി ഇടുന്നിട്ടോ പറഞ്ഞ് അതൊന്നും ഉണ്ടാക്കിയേക്കാ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ റെസിപ്പി വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളേക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഉണ്ടായിരുന്നു, അതിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ബട്ടറിലിട്ടിട്ടോ പൊരിച്ചെടുക്കണത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ മക്രൂണിയൊക്കെ കഴിച്ചിരുന്നത് ഉമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോഴും മാമൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മാമൻ ഗൾഫിൽ നിന്ന് വന്നാൽ വാങ്ങിക്കൊണ്ടും അവിടുന്ന് കൊണ്ടുവരൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഒക്കെ ചെറുപ്പത്തിലൊക്കെ പാസ്ത കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് സ്വന്തം വാങ്ങി ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഇതുണ്ടല്ലോ എണ്ണയിൽ തന്നെ, അതായത് ബട്ടർ ഇട്ട് നമ്മൾ മെൽറ്റാക്കിയ ആ ബട്ടർ തന്നെ പൊരിച്ചതിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ നമ്മളെ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഗരം മസാലയും മാത്രം കേട്ടോ ആഡ് ചെയ്യണത്. വലിയ കുത്തണ മസാല അല്ലാതെ ചെറിയൊരു മസാലയിൽ കഴിക്കും. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ അത് പീസായി കട്ടിയാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പും കൂടെ ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച് നമ്മുടെ പാസ്ത ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ എരിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കുരുമുളകും പൊടി ഇടാം. ഞാനിവിടെ ഇടുന്നുണ്ട്, ഓപ്ഷനിലാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ കുരുമുളകും പൊടി ഇടാതെ കൊടുക്കാം. ഞാൻ നല്ലതാണല്ലോ കുരുമുളകും പൊടി അതിൻ്റെ ഏരിയ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല മിക്സാക്കിയ സംഭവം റെഡി. നമുക്കിന്ന് പിന്നെ നമുക്കിത് കഴിക്കാം സെർവ് ചെയ്തിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. ഇനി ഇതുപോലെയുള്ള വീഡിയോ ഇനിയായിട്ട്